പഞ്ചായത്തിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് നാടിന്റെ ജീവനാഡിയായിരുന്ന കുട്ടൻപേരൂർ ആറിന്റെ വീണ്ടെടുപ്പ് സാധ്യമായത്. ഹരിത കേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെയായിരുന്നു ഈ മികച്ച മാതൃക ബുധനൂർ പഞ്ചായത്ത് കാണിച്ചു തന്നത്. പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം ഒഴുക്ക് നിലച്ച് ഇല്ലാതായ പുഴയുടെ പുനരുജ്ജീവനത്തിന് ബുധനൂർ പഞ്ചായത്ത് വഴിയൊരുക്കി. ഈ നല്ല വാർത്തയറിഞ്ഞാണ് ജർമ്മൻ സംഘം പുഴ സന്ദർശിക്കാനെത്തിയത്. ജനപ്രതിനിധികൾക്കൊപ്പം സംഘം പുഴയിലൂടെ യാത്ര ചെയ്തു. വഞ്ചിപ്പാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് നാട്ടുകാർ അതിഥികളെ വരവേറ്റത്. പുഴയുടെ ജലനിരപ്പ്, മണ്ണിന്റെ ഘടന തുടങ്ങിയ സാധ്യതകൾ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം കുട്ടൻപേരൂർ ആറിന്റെ തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയാകുന്നതിന് സംഘം സന്നദ്ധത അറിയിച്ചു. In the moment we came here just to study, to see what is the situation, which we saw even in Cochin and other places. And that's in the moment everything. What I can say is this is company we bought from Germany. I'm the middleman. I know the problem in your country a little bit. I bring now the German specialists to see how to solve this problem. We have seen in the last few days a lot of problems with weeds of the rivers, of clogged rivers, of wasted rivers. So we know that a lot of people has done the work before now. And we appreciate this work for these people who have done this work. മന്ത്രിതല ചർച്ചയ്ക്ക് ശേഷം ജർമ്മൻ സാങ്കേതിക സംവിധാനത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിശ്വംഭര പണിക്കർ പറഞ്ഞു. ഒരു മരിച്ച ഒരു നദിയെ ഇവിടുത്തെ മനുഷ്യാധ്വാനം, ഇവിടുത്തെ NREG തൊഴിലാളികൾ അവരതിന് പുനർജന്മം നൽകുകയാണ് ചെയ്തത്. ഈ പുനർജന്മം നൽകുന്ന പ്രക്രിയ ഇന്ന് വലിയ നിലയിൽ ലോകമാകെ അംഗീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ജർമ്മനിയിൽ നിന്നുള്ള സുഹൃത്തുക്കളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരുടെ ഒരു കമ്പനിയുടെ മെഷീനറി ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഇത്രയും ദിവസത്തെ മനുഷ്യാധ്വാനം അവരുടെ മെഷീനറി ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏതാണ്ട് ഒരു 4 കോടി രൂപ വരുന്ന പ്രോജക്റ്റാണിത്. ആ 4 കോടി രൂപ വരിക എന്നുള്ളത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാവും, പഞ്ചായത്ത് ഭരണ സംബന്ധിച്ച് ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഗവൺമെൻറ് തലത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ്. 700 തൊഴിലാളികൾക്ക് 30,000 തൊഴിൽ ദിനങ്ങൾ നൽകിയാണ് പുഴയുടെ പുനരുജ്ജീവനം പഞ്ചായത്ത് സാധ്യമാക്കിയത്. പമ്പ, അച്ചൻകോവിലാറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുട്ടൻപേരൂർ ആറിന്റെ വീണ്ടെടുപ്പ് ബുധനൂർ, മാന്നാർ, ചെന്നിത്തല എന്നീ പഞ്ചായത്തുകളിലെ കൃഷി, ജലസേചനം എന്നീ മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് സമ്മാനിച്ചിരിക്കുന്നത്. അഭിലാഷ് ചിറക്കടവിനോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.